സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. അതായത് ദൈവം വന്ന് ആദമിനോട് ചോദിക്കുന്നത്, ആദമേ നീ എന്താ ഈ കാണിച്ചത്? നമ്മളിപ്പം കുഞ്ഞുങ്ങൾ വല്ലതും ആരെയെങ്കിലും തല്ലിക്കൊന്നിച്ച് വന്നിട്ട് നമ്മുടെ അടുത്ത് വരിക, പോലീസ് പുറകെ വരികയാണെങ്കിൽ നമ്മൾ പിള്ളേരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ എന്താ മോനെ ഈ കാണിച്ചത്? ഇതിനാണോ ഞാൻ നിന്നെ വളർത്തിയത്? കരഞ്ഞോണ്ടുള്ള ഒരു ചോദ്യമുണ്ടല്ലോ, ഞാൻ നിന്നെ എവിടെയാണ് ആക്കിയത്, ഇപ്പോൾ നീ എവിടെയാണ്? അതാണ് കറക്റ്റായിട്ടുള്ള ചോദ്യം. നീ എവിടെയാണെന്ന് ചോദിക്കുന്നത്, നീ ഏത് വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ഒളിച്ചിരിക്കുന്നതെന്നല്ല, നീ എവിടെ ആയിപ്പോയി? ഞാൻ നിന്നെ ആക്കിയ സ്ഥാനത്താണോ നീ ഇപ്പോൾ? എന്താ മോനെ നീ കാണിച്ചത്? ഒരു കരച്ചിലാണ്, ഒരു വിലാപമാണ്. ദൈവത്തിൻ്റെ മനസ്സിലെ ദൈവം ആദ്യമായിട്ട് ദുഃഖിക്കുന്ന അന്നാണെന്നാണ് എൻ്റെ ചിന്ത. ദൈവം ആദ്യമായിട്ട് ദുഃഖിക്കുന്നത് ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് മനുഷ്യൻ അവൻ്റെ വഴി തിരഞ്ഞെടുത്തതായ ഒരു സന്ദർഭത്തിനാണ്. അതാണ് കൃത്യമായ ചോദ്യം. അപ്പം ഞാനിവിടെ പറഞ്ഞത്, ആ എൻകൗണ്ടർ പോലും കൃപയാണ്. അല്ലെങ്കിൽ ആ ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്ര റിബല്യസ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ മുമ്പിൽ വേദനയോടെ വന്ന് നിന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, നീ എന്താ മോനെ ഈ കാണിച്ചത് എന്ന് ചോദിക്കുന്നത് കൃപയല്ലാതെ പിന്നെ എന്താ പ്രിയമുള്ളവരെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം നമ്മളുമായിട്ട് നടത്തുന്ന എൻകൗണ്ടറിൽ അവൻ നമ്മൾക്ക് ശിക്ഷാവിധിയുമായിട്ടല്ല ആദ്യം വരുന്നത്. നമ്മൾ പാപം ചെയ്യുമ്പോൾ പോലും ഒരു പരിധി വരെ അവന് പറയാമായിരുന്നു, കർത്താവേ ഞാൻ തെറ്റിപ്പോയി എന്നവന് പറയാമായിരുന്നു. പക്ഷേ ഈ നികൃഷ്ട മനുഷ്യൻ പറഞ്ഞതെന്നറിയാമോ? ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്, ഇത് എൻ്റെ കുഴപ്പമൊന്നുമല്ല. കർത്താവ് ചോദിച്ചു, ഞാൻ നിന്നോട് തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ പറിച്ച് തിന്നോ? നീ എന്ത് ഈ കാണിച്ചത്? അത് എൻ്റെ കുഴപ്പമല്ല. നോക്ക് എത്ര ധാർഷ്ട്യത്തോടുകൂടെയാണ് മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവും മനുഷ്യനുമായിട്ടുള്ള എൻകൗണ്ടറിൽ മനുഷ്യനെ കൊല്ലാനായിട്ട് നോക്കി നടക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ കാണുന്നത്. പാപം ചെയ്ത ഒരു മനുഷ്യനെ പോലും അവൻ്റെ പുറകെ നടന്ന് വീണ്ടെടുക്കുന്നതായ ഒരു ദൈവകൃപ. നമ്മൾ ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ദൈവം പറയുന്നത്. സ്റ്റിൽ ഐ ലവ് യു, അല്ലെങ്കിൽ പിന്നെ അതിന് പുറകെ പറയേണ്ട കാര്യമില്ലല്ലോ. അതിനുശേഷമുള്ള ഓരോ സന്ദർഭങ്ങളിലും ദൈവം മനുഷ്യനോടുള്ള അവൻ്റെ സ്നേഹത്തെ തൻ്റെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ പറയുന്നതെല്ലാം പറയുന്നത്, നീ തിരിഞ്ഞു നോക്ക് ഷൂബ്, നീ തിരിഞ്ഞു വാ, കം ബാക്ക്, എന്നെ നോക്ക്. കാര്യം ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്ന മനുഷ്യനോട് ദൈവം എപ്പോഴും പുറകെ നടന്നിട്ട് പറയാം, മോനെ ഇങ്ങോട്ട് നോക്കാൻ. ഏദൻ തോട്ടത്തിൽ ആദ്യം ദൈവവും മനുഷ്യനും മുഖാമുഖം ഇരുന്ന സന്ദർഭത്തിൽ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? ദൈവത്തോട് മുഖാമുഖം നിൽക്കുന്നതിന് പകരം പിന്തിരിഞ്ഞ് ഓടിപ്പോയി. പിന്തിരിഞ്ഞ് ഓടുന്ന മനുഷ്യനോട് എന്നും ദൈവം പുറകെ നടന്ന് വിളിക്കുന്നുണ്ട്, നീ വാ, എന്നെ നോക്ക്. അതാണ് പ്രവാചകന്മാർ ചെയ്തത്. അവരെല്ലാം പറഞ്ഞിട്ട് കേൾക്കാതെ ഏറ്റവും ഒടുവിൽ, ഞാൻ കൈരളി പീപ്പിളാണെന്ന് തോന്നുന്നു, ഞാനൊരു ടോക്ക് ഷോയ്ക്കകത്ത്, ഒരു റിലീജിയസ് ടോക്ക് ഷോയ്ക്കകത്ത് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ കാണുന്ന ഏറ്റവും വലിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാഴ്ച പാപം ചെയ്ത അന്ന് വൈകുന്നേരം ദൈവം ഇറങ്ങി വന്നു എന്ന് തന്നെയല്ല, എന്നിട്ടും ഓടിപ്പോകുന്ന മനുഷ്യനെ പ്രവാചകന്മാരെ വിട്ട് വീണ്ടും തിരികെ വരുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു. എന്നിട്ടും പിന്നെയും ഓടിപ്പോകുന്ന മനുഷ്യനെ ദൈവം തനിയെ ഓടി ബൈപ്പാസ് ചെയ്ത് കയറി തിരിഞ്ഞു നിന്ന് അവനോട്, മാൻ ഐ സ്റ്റിൽ ലവ് യു, സൺ ഐ നീഡ് യു. അതാണ് നമ്മൾ കാൽവറി ക്രൂസിൽ കാണുന്നത്. ഓടിപ്പോകുന്ന മനുഷ്യനെ ബൈപ്പാസ് ചെയ്ത് കയറി നിന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയാ, കുഞ്ഞേ ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതാണ് ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നതിൻ്റെ തെളിവായിട്ട് യോഹന്നാനും റോമൻ ചാപ്റ്റർ 5 പൗലോസും എല്ലാം പറയുന്ന കാര്യം ഇതാണ്. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഹി മാനിഫെസ്റ്റഡ് ഹിസ് ലവ്. അതിനു മുമ്പ് കർത്താവ് സ്നേഹിച്ചില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? മാനിഫെസ്റ്റ് ചെയ്തു. അതായത് എനിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ കർത്താവ് അത് മാനിഫെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, തെറ്റിപ്പോയ മനുഷ്യനെ പോലും തിരികെ കൊണ്ടുവരുവാൻ ദൈവം പരിശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കയ്യിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. കയ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവ് എത്ര സോഫ്റ്റായിട്ടാണ് അവനോട് ഇടപെടുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ? അവൻ തെറ്റായ യാഗം കഴിച്ചപ്പോഴും കർത്താവ് അവനോട് ചോദിക്കുക, നീ എന്തിനാ കുഞ്ഞേ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? എന്ത് കാര്യം കൊണ്ടാ?
നീ നന്മ ചെയ്യുന്നതിൽ എനിക്ക് പ്രസാദം ഉണ്ടാകില്ലേ? എന്നിട്ട് പറയാണ്, പിന്നെ സൂക്ഷിക്കണം കേട്ടോ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കണം. നോക്ക്, എത്ര കൃത്യതയോടുകൂടെ, അങ്ങനെ എത്ര സ്നേഹത്തോടുകൂടെ ചെന്ന് പറയുകയാണ്. ദൈവം അവിടെ വേറൊരാളെ പറഞ്ഞുകൂടി ഒന്നുമല്ല, അവൻ തന്നെ വന്നിട്ട് വാൺ ചെയ്യാണ്. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. ദൈവത്തിൻ്റെ ആ എൻകൗണ്ടർ, പാപം ചെയ്ത മനുഷ്യനോടുള്ള എൻകൗണ്ടറാണ് ഞാൻ പറഞ്ഞത്. പാപം ചെയ്ത മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, അവനെ മടക്കി വരുത്താനായിട്ട് പരിശ്രമിക്കുന്നു. എന്നാൽ അനുസരിക്കുന്നവരോട് ദൈവം ഇടപെടുന്നത് മറ്റൊരു രീതിയിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നോഹ, ഉൽപ്പത്തി ദിവസം 6-ാം അധ്യായത്തിൽ നമ്മൾ നോഹയുടെ ചരിത്രം കാണുന്നുണ്ട്. നോഹയ്ക്ക് യഹോവയുടെ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ലോകത്തിൽ 2 പേരെക്കുറിച്ചാണ് പറയുന്നത് ദൈവത്തോട് കൂടെ നടന്നത്. ഒന്ന് ഹാനോക്ക് ദൈവത്തോട് നടന്നു. നോഹയെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നുണ്ട് നോഹ ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് കൂടെ നടന്നതായ നോഹയോട് അവനും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ തന്നെ ദൈവത്തിൻ്റെ കൃപയുള്ളതേ പറ്റുള്ളൂ. അപ്പം പിന്നെ മാറി നടന്നാൽ എങ്ങനെയാണെന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവന് തന്നെ എന്തുള്ളതേ പറ്റുള്ളൂ, കൂടെ നടക്കണമെങ്കിൽ തന്നെ ദൈവകൃപയെ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, കൃപയല്ലാതെ വേറെ ഒന്നും നമുക്ക് ഈ ലോകത്തിൽ ഇല്ല. സകലതും അവൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് ബാക്കി എല്ലാ കാര്യത്തെക്കാളും വലുതായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ദൈവകൃപ. പക്ഷെ അതിനെ തെറ്റായിട്ട് ഉപയോഗിക്കരുത്. ദൈവകൃപ, ഞാൻ അതിനോടുള്ള എൻ്റെ പ്രതികരണം തീർച്ചയായിട്ടും എന്താണ്, വിശുദ്ധമായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവത്തോട് കൂടെ നടന്നു. നോഹ അനുസരിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാകുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ദൈവം അനുസരിക്കുന്ന ഒരാളെ അവൻ്റെ പ്രതിനിധിയാക്കുകയാണ്. നമ്മളെല്ലാം നമ്മുടെ ഈ ഭൂമിയിൽ എല്ലാ കാലയളവിലും ദൈവം അവനെ അനുസരിക്കുന്ന ഒരു വ്യക്തി, അവൻ പിന്നീട് ദൈവത്തെ പ്രതിനിധാനം ചെയ്യുകയാണ്. വി റെപ്രസെന്റ് ഗാഡ്. ഇപ്പം നോഹ പ്രതിനിധിയായി എന്ന് പറയാൻ കാര്യം, ദൈവത്തിന് പകരം നിന്നാണ്. നമ്മുടെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അവൻ ലോകത്തെ ന്യായം വിധിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് പെട്ടകം പണിതുകൊണ്ട് അവൻ ലോകത്തെ ന്യായം വിധിച്ചു. ലോകത്തെ ന്യായം വിധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്നാ ന്യായം വിധിക്കാനുള്ള അവകാശം? ഈസ് ഓൺലി എ മാൻ. പക്ഷേ അവൻ്റെ പ്രതിനിധി ആയതുകൊണ്ട് അവന് പകരം ലോകത്തിന് ന്യായവിധി പ്രഘോഷിക്കുവാൻ ദൈവം എന്ത് ചെയ്തു? അവൻ അവകാശം കൊടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മളും വാസ്തവത്തിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ ഒരാളോട് സുവിശേഷം അറിയിക്കുമ്പോൾ അയാൾ രക്ഷിക്കപ്പെട്ടാൽ നമ്മൾ അയാളുടെ രക്ഷകനാവുകയാണ്. രക്ഷകൻ യേശു കർത്താവാണ്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിനിധിയായി അവനിലേക്ക് രക്ഷ നമ്മൾ കൊണ്ടു കൊടുക്കുകയാണ്. ഇനി നമ്മൾ അവനോട് സുവിശേഷം പറഞ്ഞിട്ട് അവൻ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവനെ ന്യായം വിധിക്കുകയാണ്. കാരണം 2 ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ഭാഗത്തു നിന്നല്ല അത് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്താണ്, മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, നിരപ്പിൻ്റെ ശുശ്രൂഷ കർത്താവ് ഇപ്പോൾ ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് പകരം നിന്നുകൊണ്ട്, ദൈവത്തോട് നിരന്നുകൊള്ളുവാൻ ക്രിസ്തുവിന് പകരം നിന്നുകൊണ്ട് നിങ്ങളോട് എന്ത് ചെയ്യുന്നു? നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ്, ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുതന്നെയാണ് കർത്താവ് വാസ്തവത്തിൽ പറഞ്ഞത്, നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിക്കുന്നുവെങ്കിൽ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ നിർത്തുന്നുവെങ്കിൽ നിൽക്കുന്നു. അത് പാപമോചനത്തിനുള്ള അധികാരം ഓരോ മനുഷ്യർ കൊടുത്തുന്നില്ല, അതിന് ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ സമാധാനത്തിൻ്റെ സുവിശേഷം നിങ്ങൾ പോയി പറഞ്ഞ് ഒരാൾ പാപമോചനം പ്രാപിച്ചാൽ അയാളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. നിങ്ങളിത് പറയാതെ അയാൾ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ അയാളുടെ പാപങ്ങൾ നിർത്തുകയാണ്. അവിടെ പാപമോചനം ഞാൻ കൊടുക്കുന്നെന്നുള്ള അർത്ഥമില്ല. അങ്ങനെ ലോകത്തിൽ ഒരു മനുഷ്യനും ദൈവം പാപമോചനത്തിനുള്ള അധികാരം കൊടുത്തിട്ടില്ല. പക്ഷേ ഞാൻ പോയി സുവിശേഷം അറിയിക്കുമ്പോൾ അവൻ യേശുവിനെ സ്വീകരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ അവൻ്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ തന്നെയുള്ള ഒരു അവകാശം വാസ്തവത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു അവകാശം വാസ്തവത്തിൽ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാപമോചനം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത്, അവനെ അനുസരിക്കാനായിട്ട് തയ്യാറാകുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്ന വലിയ അവകാശമാണ് അവൻ്റെ പ്രതിനിധിയാകാനുള്ള അവകാശം. എന്നും ഉള്ള കാര്യമാണ്. അവനെ അനുസരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന അവകാശമാണ് അവൻ്റെ പ്രതിനിധിയാകുവാനുള്ള അവകാശം.
നിങ്ങൾ ഏതൊക്കെ സ്ഥാനങ്ങളിലുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്, അംബാസഡേഴ്സാണ്, സ്ഥാനാപതികളാണ്. നിങ്ങളുടെ സ്കൂളിലാകാം, കോളേജിലാകാം, ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാകാം, എവിടെയാണെങ്കിലും wherever you are, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. പക്ഷെ പ്രതിനിധികളാണെന്ന് പറയുമ്പോൾ അത് അവകാശം മാത്രമല്ല, വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. അബ്രഹാമിൻ്റെ കാര്യത്തിലാണെങ്കിലും അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു. എന്നിട്ട് കർത്താവ് പറയുന്നത്, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എൻ്റെ അബ്രഹാമിനോട് ഞാൻ മറച്ചു വെക്കുമോ? ഞങ്ങൾ തമ്മിലൊരു ഉടമ്പടി ചെയ്തിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ആ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദൈവം നമ്മളെ പാർട്ട്നേഴ്സായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ എൻകൗണ്ടർ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എൻകൗണ്ടർ ന്യായവിധിക്ക് വേണ്ടി മാത്രമല്ല. ഒന്നാമത് പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവം സൃഷ്ടിയിൽ എന്താണ്? എൻകൗണ്ടർ ഒരു ആഘോഷമാണ്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു ആ കണ്ടുമുട്ടൽ വലിയൊരു ആഘോഷമാണ്. പാപം ചെയ്തു കഴിഞ്ഞപ്പോഴും ദൈവം ന്യായവിധിയുമായി ഒറ്റയടിക്ക് വരികയല്ല. എന്താണ്? അവൻ്റെ സ്നേഹം നമ്മളോട് കാണിച്ച് മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ്. അനുസരിക്കുന്നവനെ ദൈവം അവൻ്റെ പാർട്ട്ണറാക്കുകയാണ്. ദൈവത്തിന് സമർപ്പിക്കുന്ന വ്യക്തി, ഞാൻ ഓരോരോ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുകയാണ്. സമർപ്പിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടേക്ക് ദ കേസ് ഓഫ് യാക്കോബ്. ഞാൻ യാക്കോബിനെ കുറിച്ച് ഒക്കെ ഈ പറയുന്ന പല ഭാഗങ്ങളും ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മറ്റ് പല മെസ്സേജസ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എങ്കിലും അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. യാക്കോബ് ദൈവവുമായിട്ട് മല്ല് പിടിച്ചു എന്ന് നമ്മൾ സാധാരണ പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നേരെ വിപരീതമാണ്. ദൈവം യാക്കോബുമായിട്ടാണ് മല്ല് പിടിക്കുന്നത്. ഉഷസാകുവോളം, ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചെന്നാണ് പറയുന്നത്, അല്ലാതെ അവൻ മല്ല് പിടിച്ചെന്നല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അവിടെ പിന്നീട് നമ്മൾ മനസ്സിലാകുന്നുള്ളൂ, അവൻ ദൈവത്തെ മുഖാമുഖം കണ്ടു എന്നാണ്. പെനിയേൽ എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ തന്നെ അർത്ഥം അതാണ്. ദൈവത്തിൻ്റെ മുഖം എന്നുള്ള അർത്ഥത്തിനാണ്. ദൈവത്തെ അവൻ മുഖാമുഖമായി കണ്ടു. ദൈവം അവനോട് മല്ല് പിടിച്ചു. അവനോട് മല്ല് പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള ഒരു മലർത്തിയടിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജ് ഒന്നും അല്ല, അങ്ങനല്ല. യാക്കോബ് ഒരു സെൽഫ് വിൽഡ് പേഴ്സണാലിറ്റി, അതായത് അവൻ സ്വയത്തെ ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്വയമാണ് അവൻ്റെ. അതായത് അവൻ ആരുടെ സഹായം വേണ്ട, ഞാൻ എന്തും ചെയ്തു കളയും എന്നുള്ള നിലയിലാണ് അവൻ എല്ലാ കാര്യങ്ങളും അന്ന് വരെ ചെയ്തുകൊണ്ടിരുന്നത്. അവന് മനുഷ്യനെ കളിപ്പിക്കാൻ അറിയാം, ഓടാൻ അറിയാം, അങ്ങനെ പല പല കാര്യങ്ങൾ അവന് അറിയാം. ഇവൻ്റെ സഹോദരൻ വരുമ്പോഴും അവൻ്റെ ടാക്ടിക്സ് മുഴുവൻ ഉപയോഗിക്കുകയാണ് സഹോദരനെ തോൽപ്പിക്കാനായിട്ടുള്ളത്. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, നീ നിന്നെ എനിക്കൊന്ന് താ. അതാ കർത്താവ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, നീ നിന്നെ എനിക്കൊന്ന് താ. അത് വേണം, ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളാം, തരാം. പക്ഷെ ഇപ്പോഴില്ല, എനിക്ക് കുറച്ച് നാളുകൂടെ സുഖമായിട്ടൊക്കെ ഒന്ന് സുഖിച്ച് ജീവിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ക്ഷേമത്തോടെ മടക്കി കൊണ്ടുവരുമ്പോൾ എനിക്കൊരു 80 വയസ്സൊക്കെ ആകുമ്പം പിന്നെ ഞാൻ ദൈവമേ എന്ന് പറഞ്ഞേ ഇരിക്കത്തുള്ളൂ. അതുവരെ എനിക്ക് എൻ്റെ വഴിയിലൂടെ ജീവിക്കണമെന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. പക്ഷേ ദൈവം അവനോട് ഞാനിങ്ങനെ ഭാവനയിൽ കാണുകയാണ്. ദൈവം അവനോട് ഒരു പക്ഷേ ചോദിച്ച് കാണും, വേണം നിൻ്റെ ചേട്ടൻ ഇല്ല, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നീ കൊടുത്ത സമ്മാനങ്ങളെ എല്ലാം അവൻ സംഹരിച്ചിട്ട് വന്നാലോ? എന്നാലും കുഴപ്പമില്ല, ഞാനിങ്ങനെ 6-ൻ്റെ അക്കരയല്ലേ, എൻ്റെ ഭാര്യയും മക്കളൊക്കെ അങ്ങേ സൈഡിലാണ്, ഞാൻ 6-ന് ഇക്കരയല്ലേ, അല്ല അവരെ കൂടെ കൊന്നേച്ച് അവൻ നീന്തി വന്നാലോ? അപ്പം പറഞ്ഞു, അപ്പം ഞാൻ പഴയ പണി എടുക്കും. എന്തോ പണി? ഞാൻ ഓടും. പണ്ട് ഞാൻ ഓടുകല്ലായിരുന്നു, അപ്പം ഇപ്പോഴും ഞാൻ ഓടും. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇവനെ ജയിക്കുകയില്ല. ഇവനെ ജയിക്കലെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇവൻ ഒരിക്കലും അവനെ തന്നെ എനിക്ക് ഏൽപ്പിച്ച് തരികയില്ല എന്ന് ചോദിച്ചപ്പോൾ ദൈവം ഒരു ചെറിയ കാര്യം ചെയ്തു. അവൻ യാക്കോബിൻ്റെ തുടയുടെ തടം തൊട്ടിട്ട് പറഞ്ഞു, ഓക്കെ ബായ്, എന്നാൽ പിന്നെ ആയിക്കോട്ടെ, നീ ഓടുമെന്നല്ലേ പറഞ്ഞു, ഓടിക്കോ. അപ്പോൾ അവന് മനസ്സിലായി അവൻ്റെ എല്ലാ കഴിവും തീർന്നു, അവന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ സറണ്ടർ ചെയ്യുക. അവൻ സറണ്ടർ ചെയ്യുകയാണ്. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താ? അവൻ സത്യം പറഞ്ഞു, ഞാനൊരു ഉപായിയായ മനുഷ്യനാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ അത് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ഇനി നീ ഒരിക്കലും അങ്ങനെയല്ല, നിനക്ക് ഉപായത്തിൻ്റെ ആവശ്യമൊന്നും ഇനിയില്ല. ഇനി നീ യാക്കോബല്ല. ഇനി നിനക്ക് നിൻ്റെ വഴിയില്ല, നിൻ്റെ ചിന്തകളില്ല, നിൻ്റെ താല്പര്യങ്ങളില്ല, നിൻ്റെ ടെക്നിക്കുകളില്ല, അതെല്ലാം തീർന്നു. എവരിതിങ് ഈസ് ഓവർ. ഇനി നീ ഇസ്രായേലാണ്, ദൈവത്തിൻ്റെ പ്രഭുവാണ്. ഇനി നീ എന്നെ പ്രതിനിധാനം ചെയ്യാൻ പോകുകയാണ്. ഇതാണ് വാസ്തവത്തിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത. നമ്മൾ കർത്താവിന് നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ എതിരേൽക്കുന്നത് ഒരു എൻകൗണ്ടറിൽ, ഒരു പൂർണ്ണ സമർപ്പണത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇസ്രായേൽ ആവുകയാണ്. ഇസ്രായേൽ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രഭു, ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ്. പിറ്റേ ദിവസം അവൻ എന്ത് കൂളായിട്ടാണ് അവൻ്റെ ചേട്ടൻ്റെ അടുത്തോട്ട് ഇറങ്ങി ചെല്ലുന്നത്. ഇതുവരെ അവൻ ഓടുകയായിരുന്നെങ്കിൽ, ഇതുവരെ അവൻ എല്ലാത്തിനെയും മുന്നേ വിട്ടിട്ട് ഇവൻ പുറകെ നിൽക്കുകയായിരുന്നെങ്കിൽ, അവിടെ നമ്മൾ കൃത്യമായി എഴുതിയിരിക്കുന്നത് കാണാം, യാക്കോബ് ഇതിനെ എല്ലാം നിർത്തിയിട്ട് മുന്നിൽ ചെന്ന് ഏശാവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചെന്ന്. അവന് പേടിയില്ല. അവൻ പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ പേടിച്ചാണ് നടന്നത്, ഞാൻ എന്നിലാണ് ആശ്രയിച്ചത്. പക്ഷെ ഇപ്പം ഞാൻ യാക്കോബല്ല, ഇപ്പം എൻ്റെ വഴിയല്ല, എൻ്റെ ഉപായമല്ല, ഇതിനകത്ത് ഉപായമോ ചതിയോ വഞ്ചനയോ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് നിൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കൊരു എൻകൗണ്ടർ ദൈവവുമായിട്ട് ആവശ്യമാണ്. വി നീഡ് ആൻ എൻകൗണ്ടർ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു,
ബലിയായി അർപ്പിക്കുന്നു.